ഹായ്, ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പൊട്ടറ്റോ ബൈറ്റ്സ് ആണ്. അപ്പോൾ ഇതിലേക്ക് 4 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് വേവിച്ചെടുക്കണം. കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്ത് വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ വെള്ളം കുടിക്കും. നമുക്കിത് തൊലി കളയാതെ തന്നെ വേവിച്ചാൽ മതി. ഒന്ന് കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ടിത് 2 വിസിലാണ് വേവിക്കുന്നത്. പ്രഷർ ഫുള്ള് മാറിയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഉള്ളു വെന്തിനോന്ന് അറിയാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. കിഴങ്ങ് ഓവറായിട്ട് വെന്തു പോരുത്. ഇനി നമുക്കിതൊക്കെ ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ ഒന്നുകിൽ അരിപ്പയിലിട്ടിട്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഏത് രീതിയിലായാലും ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 വലിയ സ്ലൈസ് ബ്രെഡ് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബ്രൗൺ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റാവേ. ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിലേക്ക് ഈ ബ്രെഡ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് വെജിറ്റബിളും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് അധികം എരിവോ മസാലകളോ ഒന്നും വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കോൺഫ്ലോർ ചേർക്കണം. ആദ്യം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്തത്. ബാക്കി കുഴയ്ക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങിലുള്ള വെള്ളത്തിൻ്റെ അളവ് പോലെ ഇരിക്കും കോൺഫ്ലോർ ചേർക്കുന്ന അളവ്. നമുക്ക് ഒരല്പം തിക്കായിട്ടുള്ള ഒരു മാവ് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. സ്പൂൺ കൊണ്ട് എല്ലാം മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇതിൽ മാവ് ഒരല്പം ലൂസായിരുന്നു. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ അധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് കുഴച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം. ഇനി നമുക്കിതൊക്കെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ചെറിയ ഉരുള പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെറുതെ നീളത്തിൽ ഉണ്ടാക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നീളത്തിൽ പരത്തിയ ശേഷം കത്തി കൊണ്ട് ചെറിയ ചെറിയ ഭാഗമായിട്ട് കട്ട് ചെയ്യാണ്. എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് ഇതിലേക്കൊന്ന് അമർത്തി കൊടുക്കാവേ. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും, കുട്ടികൾക്കും ഇഷ്ടാവും. എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡി ആയാൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ എപ്പോഴും മീഡിയം ചൂടിലായിരിക്കണം. ചൂട് കൂടരുത്, ശരിക്കാവില്ല, എണ്ണ കുടിക്കും. അതുപോലെ എണ്ണ നല്ല ചൂടാണെങ്കിൽ വേഗം കരിഞ്ഞും പോകും. തിരിച്ചും മറിച്ചിട്ട് 2 ഭാഗവും ഇളം ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്യാൻ. റെഡി ആയത് വേഗം ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ ചൂടിൽ ഒരു ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്